ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള ഈ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ആയിരുന്നു. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നൊക്കെ മാറി വളരെ പ്രാക്ടിക്കലായി വളരെ ഈസിയായി ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലേ ലിസ്റ്റിന്റെ ഫസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കൺവെൻഷണൽ മെത്തേഡിൽ നിന്നൊക്കെ മാറി നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ 3 ഫേസിലൂടെ ആയിരിക്കും. സോ അതിൽ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നോ സം ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടേംസ്. നമ്മൾ ഗ്രാമർ പഠിക്കണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന ലെവലാണ് നോ സം ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടേംസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പം മാത്സിൽ നമ്മൾ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ഒക്കെ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് എന്താ പഠിക്കേണ്ടത്? ടേബിൾ പഠിക്കണം അല്ലേ? ആ ടേബിൾ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് പഠിക്കണം? നമ്പേഴ്സ് പഠിക്കണം. അതുപോലെ തന്നെ വലിയ ഗ്രാമർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മൾ ഫസ്റ്റ് ലെവലിൽ നോക്കുന്നത്. ആൻഡ് ഈ ഗ്രാമർ ടൈംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നതെന്നറിയോ? സെൻറ്റൻസ് ഫോർമേഷൻ. അതായത് ഈ ഫസ്റ്റ് ലെവലിൽ പഠിച്ച കുറച്ച് ടേംസ് ഒക്കെ യൂസ് ചെയ്ത് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കും. ആ ലെവലാണ് സെൻറ്റൻസ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ പഠിച്ച ടേംസ് യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് സെൻറ്റൻസസ് എഴുതാൻ പഠിച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് ഈ സെൻറ്റൻസുകളെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെവലാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഗ്രാമർ പഠിക്കുന്ന 3 ഫേസസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു നോ സം ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ ടേംസ് ആണ്. അവിടെ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സെൻറ്റൻസ് ആയിരിക്കും. ബിക്കോസ് ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും ബേസിക് പാർട്ടാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് സെൻറ്റൻസുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരിക്കും. ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ കുറച്ച് എലാബറേറ്റ് ചെയ്ത് തന്നെ പഠിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ പേര് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവരായിരിക്കും. അവിടെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒക്കെ എക്സെപ്ഷൻ കേസസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പഠിക്കും. ഓക്കെ, ഇനി ഈ സെൻറ്റൻസ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, ഒരു സെൻറ്റൻസിന് കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് കാണും. അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് കാണും. പ്ലസ് ഈ സെൻറ്റൻസിൽ കുറച്ച് പാർട്സ് കാണും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിൽ സെൻറ്റൻസിൻ്റെ ഫീച്ചേഴ്സും ടൈപ്സും മാത്രമായിരിക്കും നമ്മൾ ഇന്ന് നോക്കുന്നത്. അടുത്ത കമ്മിങ് വീഡിയോയിലായിരിക്കും സെൻറ്റൻസിൻ്റെ പാർട്സ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. നമ്മുടെ ആ ഒരു ഗ്രാമർ ലേണിങ്ങിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ ഗ്രാമറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് മലയാളം എന്നുള്ളൊരു ലാംഗ്വേജ് യൂസ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ? കുറച്ച് സെൻറ്റൻസസ് ആണല്ലേ. ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നിങ്ങളോട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? ഞാൻ എറർ ഫ്രീ ആയിട്ടുള്ള സെൻറ്റൻസുകൾ അല്ലെങ്കിൽ മിസ്റ്റേക്സ് ഇല്ലാത്ത സെൻറ്റൻസുകളാണ് നിങ്ങൾക്ക് തരുന്നത് എന്നല്ലേ? അപ്പം എന്തിനാണ് നമ്മളങ്ങനെ മിസ്റ്റേക്സ് ഇല്ലാത്ത സെൻറ്റൻസ് കൊടുക്കുന്നത്? ഒരു സ്പീക്കറിനെ സംബന്ധിച്ചിട്ട് നമ്മൾ ലിസണർക്ക് കൊടുക്കുന്നത് നമ്മുടെ സ്പീക്കറിൻ്റെ മൈൻഡിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിവിടെ സ്പീക്കറാണ്, നിങ്ങൾ എൻ്റെ ലിസണേഴ്സാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അതിനെ മലയാളം എന്നുള്ള ലാംഗ്വേജിലെ കുറച്ച് സെൻറ്റൻസുകൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അതേപടി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ മിസ്റ്റേക്സ് ഇല്ലാത്ത സെൻറ്റൻസുകൾ വേണം നിങ്ങൾക്ക് തരാൻ. ഇല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ആയിരിക്കില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അല്ലേ? അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. മൈൻഡിലുള്ള കാര്യത്തെ അതേ മീനിങ്ങിൽ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ വന്നത് കുറച്ച് ഫീച്ചേഴ്സ് ആണ്.
ഒരു സെന്റൻസിന് മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെന്റൻസിനുണ്ട്. ഈ സെന്റൻസിൽ ഫസ്റ്റ് ഐ ടീച്ച് ഇംഗ്ലീഷ്, ഇതൊരു സെന്റൻസ് ആണ്. ഇതിന്റെ മീനിങ് എന്താ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ഇതാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ്. അപ്പൊ ഈ ഒരു സെന്റൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് നമുക്ക് പറയാൻ പറ്റില്ലേ? ഐ ടീച്ച് ഇംഗ്ലീഷ്. ഐ എന്ന് പറയുന്ന ഫസ്റ്റ് വേർഡാണ്, ടീച്ച് എന്ന് പറയുന്ന സെക്കൻഡ് വേർഡാണ്, ആൻഡ് ലാസ്റ്റ് വേർഡാണ് ഇംഗ്ലീഷ്. സോ 3 വേർഡ്സ് ഉള്ള ഒരു സെന്റൻസ് ആണ് ഐ ടീച്ച് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബേസിക്കലി പറയാൻ പറ്റും ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് അല്ലേ? അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് വേർഡ്സിനെ കൊണ്ടുപോയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ അതിനൊരു സെന്റൻസ് എന്ന് പറയാൻ പറ്റുമോ? എക്സാമ്പിൾ തരാം. ഓക്കെ, ഐ ഇംഗ്ലീഷ് ടീച്ചിങ്. നമ്മൾ മുമ്പേ എഴുതിയ സെന്റൻസിലുള്ള സെയിം വേർഡ്സ് വെച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് സ്ഥാനം മാറ്റിയെന്നുള്ളൂ. ഐ ഇംഗ്ലീഷ് ടീച്ചിങ്, ഇതൊരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഫസ്റ്റ് റൂൾ അനുസരിച്ച് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. പക്ഷേ ഇതൊരു സെന്റൻസ് ആണോ? ഞാൻ പറയും ഇതൊരു സെന്റൻസ് അല്ല എന്ന്. കാരണം ഇത് എനിക്കൊരു കംപ്ലീറ്റ് മീനിങ് അല്ലെങ്കിൽ ഒരു സെൻസിബിൾ മീനിങ് തരുന്നില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സെന്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ. വെറുതെ കുറെ വേർഡ്സ് എടുത്ത് പെറുക്കി എഴുതി വെച്ചാൽ അതൊരു സെന്റൻസ് ആകില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ഗീവ് എ കംപ്ലീറ്റ് അല്ലെങ്കിൽ എ സെൻസിബിൾ മീനിങ്. എങ്കിൽ മാത്രമേ നമുക്കിതിനെ സെന്റൻസ് എന്ന് പറയാൻ പറ്റൂ. ഇത് ബേസിക് തിങ്സ് ആണ്. ഇതല്ലാതെ 1-2 ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ ഒരു സെന്റൻസ് നോക്കി, ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്ററിലല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏതൊരു സെന്റൻസ് ഇംഗ്ലീഷിൽ ഏതൊരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്താലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ വേണം വരാൻ. ഓക്കെ, അപ്പം നമുക്കതൊരു പോയിന്റ് ആക്കിയാൽ വി ക്യാൻ സേ ദാറ്റ് എ സെന്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഞാൻ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, എൻ്റെ പല സ്റ്റുഡൻസും സെന്റൻസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു സെന്റൻസ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും എൻഡിങ് പോയിന്റും കൂടെ നമ്മൾ നോക്കണ്ടേ? ഈ എൻഡിങ് പോയിന്റിൽ കണ്ടോ, നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത് ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഇട്ടിട്ടാണ് അല്ലേ? ഈ പങ്ക്ച്വേഷൻ മാർക്കിന് എന്താ പറയുന്നതെന്ന് അറിയോ? ഓക്കെ, നമ്മൾ കുത്തെന്നൊക്കെ പറയും, പക്ഷെ ഇത് ശരിക്കും കുത്തെന്ന് പറയും. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് എന്നും പറയും. ഇംഗ്ലീഷിൽ ഗ്രാമർ ടേംസിൽ ഇതിൻ്റെ പേര് പീരിയഡ് എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഒരു സെന്റൻസ് എങ്ങനെയാണ്? എൻഡ്സ് വിത്ത് എ സെന്റൻസ് എൻഡ്സ് വിത്ത് പീരിയഡ്. ഓക്കെ, ഈ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ പീരിയഡ് കൊണ്ട് മാത്രമായിരിക്കില്ല ഒരു സെന്റൻസ് എൻഡ് ചെയ്യുന്നത്. പകരം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാകാം, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്കിലാകാം. എക്സ്ക്ലമേറ്ററി മാർക്ക് എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞു എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് വെച്ചാൽ തല തിരിഞ്ഞ അയ്യാണെന്ന്. നിങ്ങൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി, സംഭവം മനസ്സിലായാൽ മതി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് വെച്ചാൽ ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ ഒരു സെന്റൻസ് എൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ആകാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആകാം, അതും അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ആകാം. ഇത് 3-ലെ ഒരു സെന്റൻസ് എൻഡ് ചെയ്യും. അല്ലാതെ ഒരു കോമയോ ഹൈഫനോ സെമിക്കോളനോ ഒക്കെ ഇട്ടത് കൊണ്ട് അതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ്. ഇറ്റ് ഷുഡ് ബി എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ. It starts with a capital letter and ends with period, question mark or an exclamatory mark. So ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. ബിക്കോസ് ഈ ബേസിക് തിങ്സിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ
ഒട്ടും ക്ലിയർ ആകില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഗ്രാമർ വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, അതിലൂടെ ചോദിക്കാം. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ ടൈപ്പുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അക്കോർഡിംഗ് ടു ഇറ്റ്സ് ക്യാരക്ടർ ആൻഡ് സ്ട്രക്ചർ. സ്ട്രക്ചർ അനുസരിച്ച് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെയല്ല വേണ്ടത്, നമ്മുടെ തേർഡ് ഫേസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ പഠിക്കുന്ന അക്കോർഡിംഗ് ടു ദ ക്യാരക്ടർ വി ക്യാൻ ഡിവൈഡ് ഓർ വി ഹാവ് 4 ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, കുറേ ഫാക്റ്റുകൾ, കുറേ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സെൻറ്റൻസുകൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഡെയിലി ലൈഫ് കോൺവെർസേഷന് നമ്മൾ ഈ 4 ടൈപ്പ്, അതായത് നമുക്ക് 4 ടൈപ്പ് സെൻറ്റൻസ് ഉണ്ടെന്ന് പറയുക, ആ 4 ടൈപ്പ് സെൻറ്റൻസും നമ്മൾ ഡെയിലി ലൈഫ് കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളോട് എന്തൊക്കെയോ ഇൻ ബിറ്റ്വീൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു ടേമാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എന്നോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ നെയിം? എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം, വാട്ട് ഈസ് യുവർ നെയിം ചോദിക്കുമ്പോൾ ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. അതായത് വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ചോദിക്കുക. അപ്പം ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഒരു സെൻറ്റൻസ് എൻഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഒരു പീരീഡ് വേണം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വേണം, അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വേണമെന്ന് പറഞ്ഞു. സോ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത് ഏതാ? യെസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം മറന്നു പോകരുത്. സോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാകും? ആൻസേഴ്സ് കാണും അല്ലേ? അങ്ങനെ ആൻസേഴ്സ് കൊടുക്കുന്നതിനെ നമ്മൾ പറയുന്നത് എന്താണ്? അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. ഇത്ര ഓർത്താൽ മതി. നമ്മൾ കുറച്ച് ഡിക്ലറേഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇൻഫർമേഷനോ ഫാക്റ്റുകളോ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒക്കെ കൊടുക്കുന്നതിനാണ് അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. കുറച്ച് ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് യുവർ നെയിം? അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുക്കുകയാണ്, മൈ നെയിം ഈസ് ലക്ഷ്മി. മൈ നെയിം ഈസ് ലക്ഷ്മി. ഞാൻ അതിന് ഇൻഫർമേഷൻ ആണ് കൊടുത്തത്. സോ അതെന്താകും? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അസേർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആൻഡ് ഇറ്റ് എൻഡ്സ് വിത്ത് ഓൾവേസ് എന്താണ്? പീരിയഡ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസുമായി ആൻസറുമായി. അത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു മൈ നെയിം ഈസ് ലക്ഷ്മി എന്ന്. അപ്പോൾ എന്നോട് ചോദിച്ച ആൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ചോദിക്കും, കെൻ യു പ്ലീസ് ടെൽ മീ യുവർ നെയിം വൺസ് അഗെയിൻ ചോദിക്കും. ഒന്നും കൂടെ പേര് പറയാമോ എന്ന്. അതൊരു റിക്വസ്റ്റ് ആണ് അല്ലേ? അപ്പം അങ്ങനത്തെ റിക്വസ്റ്റ് അല്ലെങ്കിൽ വാർണിങ്സ്, ഓർഡേഴ്സ് ഒക്കെ കൊടുക്കുന്നതിനെ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുക. ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ അതിൽ ഓർഡർ വരാം, റിക്വസ്റ്റ് വരാം, അല്ലെങ്കിൽ വാർണിങ്സ് വരാം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത്. അപ്പം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ ഓർഡർ, റിക്വസ്റ്റ് അല്ലെങ്കിൽ വാർണിങ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ഈ പറഞ്ഞു വന്ന കോണ്ടെക്സ്റ്റിലാണെങ്കിൽ എൻ്റെ പേര് അയാൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ഒന്നും കൂടെ ചോദിക്കും, ക്യാൻ യു ടെൽ മീ യുവർ നെയിം വൺസ് മോർ? ഒരിക്കൽ കൂടെ ആ പേരൊന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താകും? ഒരു റിക്വസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ക്യാൻ യു ടെൽ മീ യുവർ നെയിം വൺസ് മോർ എന്ന് പറയുന്ന ഈ റിക്വസ്റ്റ് ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ വരും. ആൻഡ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് എൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിലാകാം, അല്ലെങ്കിൽ എന്തിലാകാം? ഫുൾ സ്റ്റോപ്പിലാകാം. അത് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ആണ്. ഇവിടെ എന്നോടൊരു റിക്വസ്റ്റ് ആയിട്ട് ചോദിച്ചത് കൊണ്ടാണ് അതിവിടെ
ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. അപ്പോൾ ഇങ്ങനൊരു റിക്വസ്റ്റ് കേട്ട് കഴിയുമ്പോൾ ഞാൻ എന്ത് പറയും? ഒന്നും കൂടെ പറയും, നെയിം ഈസ് ലക്ഷ്മി എന്ന് പറയും. അപ്പോൾ അയാൾക്കത് ക്ലിയർ ആയെങ്കിൽ പുള്ളി പറയായിരിക്കും ചിലപ്പോൾ, ഓ വാട്ട് എ ലവ്ലി നെയിം, ഇതൊരു ഇമോഷനെ കാണിച്ചുകൊണ്ട് പറയായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അവിടെ നമ്മൾ ശരിക്കും പറയുന്നത് നമ്മുടെ സ്ട്രോങ് ഇമോഷൻസിനെ ആയിരിക്കും നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുമ്പോൾ പറയാം, ഓ വാട്ട് എ ലവ്ലി നെയിം. ആൻഡ് ഇത് എന്തിലാണ് എൻഡ് ചെയ്തത്? യെസ്, നമ്മുടെ തലതിരിഞ്ഞ ഐ അല്ലെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ 4 ടൈപ്പ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലിയർ ആയെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഈസ് നമ്മുടെ ഇൻട്രോഗേറ്റീവ്, അസേർട്ടീവ്, ഇമ്പരേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി ഈ 4 ടൈപ്പ് സെൻറ്റൻസസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുക. എങ്കിലും എനിക്കറിയാൻ പറ്റും നിങ്ങൾക്കിത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒത്തിരി ഒന്നും പഠിച്ചിട്ടില്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെൻറ്റൻസിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ തന്നെ 4 ടൈപ്പ് സെൻറ്റൻസസ്, ഈ 2 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത് 2 നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് മുമ്പ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ബൈ ഹാർട്ട് ചെയ്യുക ഇൻ ദ സെൻസ് മനസ്സിലാക്കി വെക്കണം. എങ്കിലേ നമുക്ക് ഇനി വരുന്ന ഏരിയാസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് ഈ സെൻറ്റൻസിൻ്റെ പാർട്ടുകൾ, അതായത് നമ്മൾ പറഞ്ഞു ഒരു സെൻറ്റൻസ് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെന്ന് പറഞ്ഞു. ആ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ആ ഒരു വേർഡിനെല്ലാം ഈച്ച് വേർഡിന് ഓരോ മീനിങ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻ ഉണ്ട്. അതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരിക. അപ്പോൾ ബൈ.